കാസർഗോഡ് ചിന്മയ വിദ്യാലയത്തിൽ CBSE 10ാം ക്ലാസ് പരീക്ഷ എഴുതിയ 38 വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം തടഞ്ഞുവെച്ചു. രജിസ്ട്രേഷൻ സമയത്ത് വിഷയത്തിന്റെ കോഡ് രേഖപ്പെടുത്തിയതിൽ സ്കൂളിന് വന്ന പിഴവാണ് പ്രശ്നത്തിന് കാരണമായത്. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പരീക്ഷ എഴുതാൻ അനുമതി ലഭിച്ചെങ്കിലും ഫലം CBSE തടഞ്ഞുവെക്കുകയായിരുന്നു. കാസർഗോഡ് ചിന്മയ വിദ്യാലയത്തിൽ 10ാം തരത്തിൽ സംസ്കൃതം കമ്മ്യൂണിക്കേറ്റീവ് 2ാം ഭാഷാ വിഷയമായി തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലമാണ് CBSE തടഞ്ഞുവെച്ചത്. C ഡിവിഷനിലെ വിദ്യാർത്ഥികളുടെ ഭാവിയാണ് തുലാസിലായത്. ഒരു വർഷം മുമ്പ് 10ാം ക്ലാസ് രജിസ്ട്രേഷൻ നടത്തുമ്പോൾ വിഷയത്തിന്റെ കോഡ് സ്കൂൾ അധികൃതർ മാറി രേഖപ്പെടുത്തിയതാണ് പ്രശ്നത്തിന് കാരണം. പിഴവ് ശ്രദ്ധയിൽപ്പെട്ടതാകട്ടെ 2026 ജനുവരിയിലും. CBSEയുമായി ബന്ധപ്പെട്ടെങ്കിലും പിഴവ് തിരുത്താൻ അനുമതി ലഭിച്ചില്ല. തുടർന്ന് സ്കൂൾ അധികൃതർ ഹൈക്കോടതിയെ സമീപിച്ചു. സ്കൂളിനെതിരെ വേണമെങ്കിൽ CBSEക്ക് നടപടി സ്വീകരിക്കാമെന്നും പക്ഷേ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ അനുമതി നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. തുടർന്ന് ഹോൾ ടിക്കറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. എന്നാൽ സ്കൂളിലെ മറ്റു വിദ്യാർത്ഥികൾക്കൊപ്പം പരീക്ഷാഫലം വരാതെ തടഞ്ഞുവെക്കുകയായിരുന്നു. അത് സ്കൂളിൽ നിന്നും കൊടുത്ത ഈ CBSE പരീക്ഷയ്ക്ക് ഓരോ കോഡ് കൊടുക്കുന്നുണ്ട്. ആ കോഡ് സ്കൂളിൽ നിന്ന് കൊടുത്തത് മാറിപ്പോയി എന്നാണ് ഇപ്പോൾ ഇവർ പറഞ്ഞു. പരീക്ഷ എഴുതാനുള്ള ഒരു കോഡ് അല്ലേ, സബ്ജക്റ്റ് കോഡ്, സംസ്കൃതത്തിൻ്റെ സബ്ജക്റ്റ് കോഡ് ഇവർ സ്കൂളിൽ നിന്ന് കൊടുത്തത് മാറിപ്പോയത് കൊണ്ടാണ് CBSE ആ പരീക്ഷ റിസൾട്ട് തടഞ്ഞു വെച്ചിട്ടുള്ളത്. നമ്മൾക്ക് കുട്ടികൾക്ക് റിസൾട്ട് വന്നില്ല, ഇതിലൊരു വിഷമമാണ്. പിന്നെ അവർ പറയുന്നത് തിങ്കളാഴ്ച വരെ വെയിറ്റ് ചെയ്യും, കോടതി തിങ്കളാഴ്ച വരെ വെക്കേഷനിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് എന്താണ് തീരുമാനം എന്നുള്ള കാര്യം നമ്മളിപ്പോഴും അറിയുന്നില്ല. എല്ലാവരും റിസൾട്ട് ഇന്നലെ വളരെ പ്രതീക്ഷയിൽ എല്ലാവരും റിസൾട്ട് കാത്തിരുന്നു. കുട്ടികളെല്ലാം ഇതുവരെ ഉറങ്ങി, ബോധം തന്നെ വന്നില്ല കുട്ടികൾക്കൊന്നും. വളരെ ഇംപ്രൂവ്മെന്റ് എക്സാം, +2 അഡ്മിഷൻ തുടങ്ങിയ കാര്യങ്ങളിൽ ആശങ്കയിലാണ് വിദ്യാർത്ഥികൾ. നല്ലോണം എന്താ പറയുന്നത്, ഇവർ സാൻസ്ക്രിത് കോഡ് മാറിയതിനനുസരിച്ചിട്ട് CBSE റിസൾട്ട് പബ്ലിഷ് ആക്കുന്നില്ല. അങ്ങനെ നേരത്തെ നിങ്ങളോട് ഇക്കാര്യം പറഞ്ഞിരുന്നു. എക്സാം സമയത്ത് സെക്കൻഡ് പ്രീ ബോർഡ് സമയത്ത് അവർ പറഞ്ഞായിരുന്നു, അവർ കോഡ് മാറിപ്പോയി എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളോട് റിക്വസ്റ്റ് ഒക്കെ എഴുതി കൊടുത്തു. അപ്പോൾ അവർ എക്സാം പേപ്പർ വരുന്നതിന് മുമ്പ് അവർ പറഞ്ഞായിരുന്നു എല്ലാം ക്ലിയറായി, കുഴപ്പമില്ല. പിന്നെ റിസൾട്ട് വന്നിട്ടും ഇന്ന് രാവിലെ വീണ്ടും മെസ്സേജ് ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, കുറച്ച് ഡിലേ ഉണ്ടാവും, എളുപ്പം വേഗം വരും എന്നൊക്കെ പറഞ്ഞു. സംസ്കൃതം കമ്മ്യൂണിക്കേറ്റീവ് വിഷയത്തിന്റെ കോഡ് 122 ആയിരുന്നത് കഴിഞ്ഞ വർഷം 119 മാറിയെന്നും ഇത് ശ്രദ്ധയിൽപ്പെടാതെ അബദ്ധം പിണയുകയായിരുന്നുവെന്നുമാണ് സ്കൂൾ അധികൃതരുടെ വാദം. ഒരു വിദ്യാർത്ഥിക്ക് 3500 രൂപ വീതം പിഴയൊടുക്കിയിരുന്നു. പരീക്ഷാഫലവുമായി ബന്ധപ്പെട്ട CBSEയുമായി ബന്ധപ്പെട്ടെങ്കിലും മറുപടി ലഭിച്ചിട്ടില്ലെന്ന് സ്കൂൾ അധികൃതർ പറയുന്നു. ഇത് ശരിക്കും നമ്മളെ സംബന്ധിച്ച് ഷോക്കിംഗ് ആണ്. കാരണം ഈ 38 കുട്ടികളുടെ സാൻസ്ക്രിറ്റ് കോഡ് സംബന്ധിച്ച ഒരു കറക്ഷനാണ്. അത് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വെച്ചാൽ അത് ലേറ്റായിട്ടാണ് ആ ഒരു കറക്ഷന് വേണ്ടിയുള്ള ഇത് നടത്തുന്നത്. പക്ഷേ CBSE ആവശ്യപ്പെട്ട പ്രകാരം എല്ലാ പ്രോസസ്സും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും കറക്റ്റ് ചെയ്യാത്തപ്പോഴാണ് നമ്മൾ കോടതിയിലേക്ക് പോയത്. കോടതി ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട് കുട്ടികളെ, അങ്ങനെയാണ് അവർ ഹോൾ ടിക്കറ്റ് കറക്റ്റ് ചെയ്ത് കിട്ടുന്നത്. അവർ കുട്ടികളെല്ലാം ഹോൾ ടിക്കറ്റ് കറക്റ്റ് ചെയ്യുകയും ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ, ആ കോഡിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ അവർ എക്സാം എഴുതുകയും ചെയ്തു. അപ്പോൾ തീർച്ചയായും അവരുടെ റിസൾട്ട് ഈ എല്ലാ മറ്റു കുട്ടികളുടെ ഒപ്പം തന്നെ റിസൾട്ട് വരേണ്ടതാണ്. സ്കൂൾ അധികൃതർക്കും CBSEക്കും ഉണ്ടായ പിഴവിന് വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിക്കരുതെന്നും പരീക്ഷാഫലം ഉടൻ പ്രസിദ്ധീകരിക്കണമെന്നുമാണ് ആശങ്കയിലായ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ആവശ്യം. ക്യാമറമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.